നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മോളെ, അച്ഛമ്മേ, ഞാൻ കോടതിയിലേക്ക് പോകാൻ ഇറങ്ങാം. അച്ഛമ്മ പ്രാർത്ഥിക്കണം. മോളെ, യഥോ ധർമ്മ സ്ഥതോ ജയ. ഒരു പേടിയും വേണ്ട. സത്യം കൈവിടാത്തവരെ എന്നും ജയിച്ചിട്ടുള്ളൂ. ഇവിടെയും അത് തന്നെ സംഭവിക്കും. ശരി. മോളെ സുമി, ഒന്ന് നിന്നേ. ഇന്ന് നീ ഒറ്റക്ക് പോണ്ട, ഞാനും കൂടെ വരാം. അച്ഛമ്മ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? അനുരാധയുടെ അഹങ്കാരം കാണുമ്പോ എല്ലാത്തിനും സാക്ഷിയാകാൻ ഞാനും കൂടെ വേണമെന്നൊരു തോന്നല്. എന്റെ മോനോട് കാണിച്ച ക്രൂരതകളുടെ പേരിൽ കോടതി മുറിയുടെ പ്രതിക്കൂട്ടിൽ അവൾ ഒരു കുറ്റവാളിയായി തലകുനിച്ച് നിൽക്കുന്ന കാഴ്ച എനിക്ക് കാണണം. അത് കാണാതെ ഞാൻ മരിച്ച ഈശ്വരൻ എന്നോട് പൊറുക്കില്ല മോളെ. അച്ഛമ്മേ, വെറുതെ അറം പറ്റുന്ന വാക്കൊന്നും പറയാതെ. അച്ഛമ്മ, ഞാൻ കൊണ്ടുപോകാൻ കോടതിയിലേക്ക്. തീർന്നില്ലേ പ്രശ്നം? വാ അച്ഛമ്മ. അതെ, ആ മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലെത്തുമ്പോ ഒന്ന് നിർത്തണേ. ശരി മാഡം. മോളെ, 7-ാം മാസം കഴിഞ്ഞാ പിന്നെ അമ്പലത്തിൽ കേറാൻ പാടില്ലെന്നാ. അറിയാച്ചമ്മേ, ഞാൻ അകത്ത് കയറുന്നില്ല. പുറത്ത് നിന്ന് തൊഴുതിട്ട് കാണിക്കിട്ടിട്ട് വരാം. ശരി. അച്ഛമ്മ ഇറങ്ങുന്നില്ലേ? വേണ്ട മോളെ, ഞാൻ വൈകിട്ട് വന്ന് ദീപാരാധന തൊഴുതോളാം. മോള് വേഗം ചെന്ന് കാണിക്കിട്ടിട്ട് വാ. അച്ഛമ്മയുടെ ചെല്ല്. അച്ഛമ്മ വിളിച്ചു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സൂപ്രണ്ട് പറയൂ. സൂപ്രണ്ട് അല്ല ഭാമാൻഡി, ഞാനാ സുസ്മിത. നിനക്കെന്താ ഇപ്പോ? പാറുവിന്റെ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചതാ. അവൾക്ക് ആന്റിഡോസ് കുത്തിവെച്ചു. കുറച്ചു കഴിഞ്ഞ് വിവരം പറയാന്ന ഡോക്ടർ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തന്ന ഡ്രഗിനുള്ള ആന്റിഡോസ് തന്നെയല്ലേ കുത്തിവെച്ചത്? അതെ. എന്നാ കാത്തിരിപ്പിന്റെ ഒന്നും ആവശ്യമില്ല ആന്റി. സംഗതി ക്ലോസ്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ പാറക്കുട്ടിയില്ലേ, നിങ്ങളുടെ പരമ്പരയുടെ അവസാനത്തെ കണ്ണി, അവള് ചത്തൂന്ന്. സുസ്മിതേ,
എന്റെ കൊച്ചുമോക്കെ ഞാൻ ഡ്രഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവളുടെ ജീവൻ എടുക്കാൻ ഉദ്ദേശിച്ച് തന്നെയാ. 6 വർഷം എന്നെ ഈ നരകക്കുഴിയിലേക്ക് തള്ളിയിട്ട് നിങ്ങൾ എന്റെ കാല് തൊട്ട് തൊഴുതു പോയിട്ട് എനിക്ക് എന്ത് പുണ്യാതള്ളേ. സുസ്മിതയോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്ന് എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഒരു കുഞ്ഞു ഫോട്ടോ ആ വീടിന്റെ ഡ്രോയിങ് റൂമിൽ ഇരുന്നോട്ടെ. പ്രീതിക്ക് കൊടുത്ത ഡ്രഗൊന്നും അല്ലതല്ലേ ഞാൻ അവക്ക് കൊടുത്തത്. അത് ഐറ്റം വേറെയാ. ഇപ്പൊ നിങ്ങൾ കൊടുത്ത ആന്റിഡോസ് അതിന്റെ റിസൾട്ട് കൂട്ടുകയേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇനി ഒരു ഭാഗ്യപരീക്ഷണത്തിന് പോലും സമയമില്ല. മിനിറ്റുകൾക്കുള്ളിൽ അത് സംഭവിക്കും. ബ്രെയിൻ ഡെത്ത്. ആദ്യത്തെ കിളിക്കുഞ്ഞായിട്ട് അതിങ്ങനെ വെന്റിലേറ്ററിൽ കിടക്കും. പിന്നെ കാലൻ കയറിട്ട ജീവൻ മേലോട്ടെടുക്കാൻ 1-2 ദിവസത്തെ കാത്തിരിപ്പ്. പോയി ശവത്തിന്റെ ജീവന് കാവലിരിക്കത്തല്ലേ. സത്യമേ എന്താ അമ്മേ? അമ്മ കാര്യം പറയമ്മേ. എന്റെ പൊന്നു മോളെ പാറു, എന്റെ കുഞ്ഞ് പാറു, എന്റെ കുഞ്ഞ്. എന്റെ കുഞ്ഞ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പല പല സാഹചര്യങ്ങൾ കൊണ്ട് ജയിലിൽ വന്ന് പെട്ടവരാ നിങ്ങളൊക്കെ. പലരുടെയും കഥകളൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾക്കൊക്കെ സങ്കടം തോന്നിയിട്ടുണ്ട്. മക്കളെ പോറ്റാൻ വേണ്ടി ഗതികേടിന് മോഷണം നടത്തിയവർ, പട്ടിണിയും രോഗവും കൊണ്ട് മക്കളെയും കൂട്ടി ആത്മഹത്യക്ക് ശ്രമിച്ച് മക്കൾ മരിച്ചു പോയിട്ട് കൊലക്കുറ്റം തലേ കയറിയവർ, കുടുംബവും ഭർത്താക്കന്മാരും ഒക്കെ ചതിച്ചിട്ട് കടക്കണിയിലെത്തിയവർ. പക്ഷേ ഇവളുണ്ടല്ലോ, ഈ മുതല് ഇവളൊരു സ്പെഷ്യൽ ഐറ്റമാ. മറ്റുള്ളവരോടുള്ള പക തീർക്കാൻ 6 മാസം പ്രായം തികയാത്ത, പാലുകുടി മാറാത്ത ഒരു പിഞ്ചു കുഞ്ഞിനെ കൊല്ലാൻ അതിനുള്ള കുറുക്കിൽ വിഷം കലർത്തി കൊടുത്തോൾ. അതും ഒറ്റയടിക്കല്ല, ഇഞ്ചിഞ്ചായിട്ട്. ആദ്യം തലച്ചോറ് ചത്ത് ജീവച്ചവമായി കിടക്കും. 3-4 ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ട് ആ മരണം പൂർണ്ണമാകും. ഒരു ആന്റിഡോസ് കൊടുത്താൽ ആ കുഞ്ഞിനെ രക്ഷിക്കാം. അതിന് ആ കുഞ്ഞിന് കൊടുത്ത ഡ്രഗ് ഏതാണെന്ന് അറിയണം. അതറിയാൻ ആ പിഞ്ചു കുഞ്ഞിന്റെ ബന്ധുക്കൾ ഇവളുടെ കാല് വരെ പിടിച്ചു. എന്നിട്ട് ഇവൾ ആ ഡ്രഗിന്റെ പേര് തെറ്റിച്ചു പറഞ്ഞു. ഇനി ആര് വിചാരിച്ചാലും രക്ഷിക്കാൻ പറ്റില്ല ആ കുഞ്ഞിനെ. ഈ ഞാനടക്കം നിങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളെ നൊന്ത് പ്രസവിച്ച അമ്മമാരാ. എനിക്കത് കണ്ടും കേട്ടു നിന്നിട്ട് സഹിച്ചില്ല. ഇവളെ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. കാട്ടരുമ അല്ലേടി? നിങ്ങളിങ്ങ് പോരെ, വാ. ആ പിന്നെ ഒടിവോ മുറിവോ ഒന്നും പാടില്ല ദേഹത്ത്. ചതവുണ്ടായാൽ
നീര് പുറത്തേക്ക് കാണരുത്. ഉയിര് കിടന്നേക്കണം. ഒന്നിന് 3 നിന്റെ കണക്ക്. ഇവിടത്തെ കണക്കേ വേറെയാ. 1-ന് 30. നിങ്ങൾ എന്നെ എന്ത് ചെയ്യുന്ന? സരളയുടെ മോള ഞാൻ. അവളുടെ ഒരു സരളെ. നീ ആ പിഞ്ചു കുഞ്ഞിനോട് എന്താണ് ചെയ്തത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവരെന്നെ ബ്ലാക്ക്മെയിൽ ചെയ്തോണ്ടാ മോളോട് ചേച്ചിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. എന്ത് പറഞ്ഞ അവര് ചേച്ചിയെ ബ്ലാക്ക്മെയിൽ ചെയ്തത്? ഞാൻ ചോദിച്ചത് ചേച്ചി കേട്ടില്ലേ? അവരെന്ത് പറഞ്ഞപ്പോഴാ ചേച്ചി അതിന് തയ്യാറായതെന്ന്? അത് മോളെ, ഈ വിവാഹാർച്ചന മുടക്കെന്ന് പറഞ്ഞപ്പോ അവളുടെ കൂടെ സന്ധ്യയും കൂടെ ചേർന്നപ്പോ ചേച്ചിക്ക് 1-2 അബദ്ധങ്ങൾ ചെയ്യേണ്ടി വന്നു. അത് വെച്ചാ അവരെന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ആ അബദ്ധങ്ങൾ എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം ചോദിച്ചാലും ചേച്ചി അത് പറയാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. ചേച്ചിക്ക് പറ്റിയ അബദ്ധമാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചതല്ലേ? ഞാൻ ചേച്ചിയോട് പലതവണ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടെന്ന്? ചേച്ചി ഉറപ്പ് തന്നിട്ടല്ലേ ഞാൻ ഈ വേഷം കിട്ടിയത്? മയങ്ങി വീഴാനുള്ള പൊടിക്ക് പകരം എന്നെ കൊല്ലാനുള്ള എന്തെങ്കിലും തരാനില്ലേ ചേച്ചിക്ക്? ഇങ്ങനെ നാണം കെട്ട് നിൽക്കുന്നതിനേക്കാൾ ഭേദം അതായിരുന്നു. സുമംഗലിയായിട്ട് തിരിച്ചു വരുമെന്ന് കരുതി സന്തോഷിച്ച് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവളാ ഞാൻ. എത്ര ചെറിയ നേരം കൊണ്ടാ എന്റെ സന്തോഷങ്ങളെല്ലാം ആദ്യമായിട്ട് മാറിയത്. സന്ദീപ് എന്റെ നേർക്ക് താലിയെടുത്ത് നീട്ടുന്നത് വരെ എനിക്ക് ഓർമ്മയുള്ളൂ. ചേച്ചിയാണ് ഇതിന്റെ പിന്നിലെന്ന് എന്നോട് പറഞ്ഞപ്പോ ചേച്ചിയോടുണ്ടായിരുന്ന ഇഷ്ടത്തിന്റെ ഇരട്ടി എനിക്ക് വെറുപ്പാ തോന്നുന്നത് ഇപ്പോ. അങ്ങനൊരു പ്രവൃത്തി ചെയ്തതുകൊണ്ട് മാത്രമല്ല, അത് അർച്ചനേട്ടത്തെ ചേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞാല. അവളിന്ന് രാവിലെ നമ്മുടെ മുഖത്ത് നോക്കി പറഞ്ഞതല്ലേ ഇത് നടക്കില്ലെന്ന്. അത് ഞാൻ വകവെച്ചില്ല. എന്റെ ചേച്ചിയെ വിശ്വസിക്കുന്നതിന് പകരം ഞാൻ അർച്ചനയെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എനിക്ക് അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഇതെനിക്ക് മാത്രമായിട്ട് അർച്ചന തന്ന പണിയല്ല ചേച്ചി, ചേച്ചിക്ക് കൂടെ ഉള്ളതാ. ആരാലും തകർക്കപ്പെടില്ലെന്ന് ചേച്ചി കരുതിയ സിംഹാസനത്തിന്റെ കാലുകള് ആടി തുടങ്ങിയിട്ടുണ്ട്. ഏത് നിമിഷവും ചേച്ചി അതിൽ നിന്ന് താഴേക്ക് വീഴും. അർച്ചന ചേച്ചിയെ ചവിട്ടി വീഴ്ത്തും, നോക്കിക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്.
കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാളുവിന്റെ വിഷമം അത് നീ കാര്യമാക്കണ്ട. അവള് കൊച്ചുകുട്ടിയാ, അതിനുള്ള വിവരവേ അവൾക്ക് കാണൂ. പക്ഷേ നീ അങ്ങനെയല്ല. നീ എനിക്ക് സത്യം ചെയ്തതൊന്നും മറന്നിട്ടില്ലല്ലോ. എന്റെ ശ്രീ മഹേശ്വരനാണ് സത്യം. മുത്തശ്ശി പറയുന്ന ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. മറന്നിട്ടല്ലേ മുത്തശ്ശി? മഹിയുടെയും ശ്രേയയുടെയും വിവാഹം വരെ നിനക്ക് ആ വീട്ടിൽ സ്ഥാനം ഉണ്ടാകൂ. അത് കഴിഞ്ഞാൽ നീ വെറും ജോലിക്കാരി മാത്രമായിരിക്കും. പിന്നെ മാളു, അവള് വലുതായി കഴിയുന്നതോടെ മാളുവിന്റെ സ്വഭാവത്തിനും മാറ്റം വരും. ഇല്ല മുത്തശ്ശി, മാളു ഒരിക്കലും എന്നെ തള്ളി പറയില്ല. അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രമാണ് ഗംഗെ. നാളെ അവള് പഠിക്കാൻ ദൂരെ എവിടെയെങ്കിലും പോയാൽ നീ കൂടെ പോവോ? ഇല്ലല്ലോ. അന്നും കൈലാസത്തിന്റെ അടുക്കളയിൽ ഒതുങ്ങേണ്ടി വരും നിനക്ക്. മാളുവിനും മഹേട്ടനും വേണ്ടി ആ വീട്ടിലെ ജോലിക്കാരി ആവാനും എനിക്ക് മടിയില്ല മുത്തശ്ശി. അപ്പൊ നിനക്ക് എന്നെ കുറിച്ച് ഒരു ചിന്തയുമില്ലേ? ഞാനാ നിന്നെ പോറ്റി വളർത്തി ഇതുവരെ എത്തിച്ചത്. മറ്റുള്ളവരുടെ വീട്ടിൽ പോയി അവരുടെ ആട്ടും തുപ്പും കേട്ട് അടുക്കളപ്പണി എടുക്കാനല്ല. നിനക്കൊരു ജീവിതം വേണം മോളെ. ഈ മുത്തശ്ശി ജീവിക്കുന്നത് തന്നെ അതിനു വേണ്ടിയാ. മുത്തശ്ശി പറയുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ മാളുവിനെയും മഹേട്ടനെയും മറന്നാൽ സന്തോഷത്തോടെ ഒരു ജീവിതം എനിക്ക് ഉണ്ടാവില്ല. ഇപ്പോ അവരുടെ സന്തോഷമാണ് എനിക്ക് വലുത്. പോകാം, മഹി വിളിക്കുന്നുണ്ട്. ഗംഗ വരുന്നില്ല, മോൾ അച്ഛന്റെ കൂടെ പൊയ്ക്കോ. എന്താ ഗംഗ ഇത്? വാ, നമുക്ക് പോകാം. മോൾക്ക് എന്താ പറഞ്ഞ മനസ്സിലാവാത്തത്? ഗംഗ വരുന്നില്ല. ഗംഗ പ്ലീസ്, ഗംഗ എന്നെ തനിച്ചാക്കല്ലേ ഗംഗ. ഗംഗ ഇല്ലെങ്കിൽ എനിക്ക് പേടിയാ. വാ ഗംഗ. വരാം മോളെ, ഞാൻ വരാം. എന്റെ മോളെ ഒരിക്കലും ഗംഗ തനിച്ചാക്കില്ല. ഗംഗേ, ഇവളെ സങ്കടപ്പെടുത്താൻ എനിക്ക് വയ്യ മുത്തശ്ശി. മുത്തശ്ശി എന്നോട് ക്ഷമിക്കണം. കഷ്ടം. ആ നകുൽ ഇത് കണ്ടാൽ അവൻ എന്തു വിചാരിക്കും? നിങ്ങളെ കണ്ട് ഭാര്യാഭർത്താക്കന്മാരായി അവൻ തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞത് നീയും കേട്ടതല്ലേ? മൂന്നാമതൊരാളുടെ കണ്ണിൽ അങ്ങനെ തോന്നിയത് നിങ്ങൾ തമ്മിലുള്ള പെരുമാറ്റം കൊണ്ടല്ലേ? നീ എന്തിനാ വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കുന്നത്? നമുക്കിവിടെ നിക്കണ്ട, വേഗം പോകാം. തെറ്റായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല മുത്തശ്ശി. ഇനി ചെയ്യൂല്ല. മുത്തശ്ശിക്ക് എന്നെ വിശ്വസിക്കാം. ഇപ്പോ ഞാൻ പോവാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അദ്ദേഹം ചേച്ചിയുടെ കഴുത്തിൽ താലി ചാർത്തുന്നതോടെ ചേച്ചിയുടെ ജീവിതം വീണ്ടും വെളിച്ചമുള്ളതാകും. ആ വെളിച്ചം കെടുത്താൻ ലോകത്ത് ഒരു ശക്തിക്കും ആവില്ല ചേച്ചി. എഴുന്നേറ്റ് നടക്കണമെന്ന ആഗ്രഹം ഞാൻ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നത് നിനക്കും എന്റെ അച്ഛനും അമ്മയ്ക്കും മുന്നിൽ ഒരു വേദനയായി എന്നും ഇതുപോലെ ജീവിക്കാൻ വയ്യാഞ്ഞിട്ടാ. ജീവിതാവസാനം വരെ അവരുടെ കണ്ണീര് കണ്ടുകൊണ്ട് ജീവിതം തള്ളി നീക്കാൻ എന്നെ കൊണ്ടാവില്ല. അല്ലാതെ വീണ്ടും സഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് മടങ്ങി ചെല്ലാനല്ല ഞാൻ എഴുന്നേൽക്കുന്നത്. എന്റെ മനസ്സിലിപ്പോ സഞ്ജു ഇല്ല. ഇനി ഉണ്ടാവില്ല.
ചേച്ചി സഞ്ജു സഞ്ജനയ്ക്കുള്ളതാ അമ്മു. അവരുടെ വിവാഹം നടക്കണം. ചേച്ചി അത് അമ്മു, ഇനി ഇക്കാര്യത്തെ കുറിച്ച് എന്നോട് സംസാരിക്കരുത്. ഇതെന്റെ അപേക്ഷയാണ്. എന്തൊക്കെ പറഞ്ഞാലും ചേച്ചി ഞാൻ കൊണ്ടുപോയിരിക്കും. അദ്ദേഹം ചേച്ചിയുടെ കഴുത്തിലെ താലി ചാർത്താവും. ഇത് ലക്ഷ്മി കൊടുത്ത വാക്കാണ്. അത് ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ച പോലും സഞ്ജുവിനെ സ്വന്തമാക്കാൻ ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. സഞ്ജു, എന്നാലും സ്വാതി, നിനക്ക് എങ്ങനെ കഴിയുന്നു? വേണ്ട മോനെ, നീ ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട. അവന്റെ സങ്കടം അവൻ കരഞ്ഞു തീർക്കട്ടെ. അങ്കിളെ, അത് സഞ്ജുവിന്റെ അവസ്ഥ നോക്ക്. ആരെങ്കിലും ആശ്വസിപ്പിക്കാനും ഇല്ലെന്ന് കണ്ട ചിലപ്പോ അവൻ കൈവിട്ടു പോകും. എന്തു പറഞ്ഞാണ് നമ്മൾ സഞ്ജുവിനെ ആശ്വസിപ്പിക്കുക? വിവാഹത്തിന് മുമ്പ് ശ്രീകുട്ടിയെ താലിയിട്ടനായി അവന്റെ മുമ്പിൽ കൊണ്ട് നിർത്തി തരാമെന്നോ, അതോ സഞ്ജനയുമായിട്ടുള്ള വിവാഹം മുടക്കി തരാമെന്നോ? ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ നിനക്ക് കഴിയോ? ഈ കല്യാണത്തിന് ഇനി നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇക്കണക്കിന് പോയാ ലച്ചുവിനെ മുത്തശ്ശൻ ചിലപ്പോ തിരിച്ചയച്ചില്ലെന്നും വരും. മനയുടെ നടത്തിപ്പുകാരിയായി നിയമിച്ചൊന്നും വരും. ആ എങ്കില് ചിലരെയൊക്കെ വരുതിക്ക് നിർത്തേണ്ടി വരും. നമ്മൾ ജീവനും കൊണ്ട് പൊയ്ക്കോളാമേ. വാ. അമ്മേ, മോളെ, അമ്മേ, അച്ഛാ, അച്ഛാ, അച്ഛാ ഇത് കണ്ടോ? എന്റെ കാലുകൾ ചലിച്ചു തുടങ്ങി. മോളെ, അച്ഛാ, എനിക്കറിയാം അച്ഛാ. നടക്കാൻ തിടുക്കമായോ? സ്വാതിയേക്കാൾ തിടുക്കപ്പെടുന്ന ഒരാളുണ്ട്. അതിനുള്ള സമയമായിട്ടില്ല. കാലി വെച്ചൊന്ന് നിന്നു നോക്കാം. അതിന് കഴിഞ്ഞാൽ ചുമരി പിടിച്ചോ വാക്കർ ഉപയോഗിച്ചോ കുറേശ്ശെയായിട്ട് പരീക്ഷണം തുടങ്ങാം.
കുട്ടിയെ ഒന്ന് എഴുന്നേപ്പിച്ചിരുത്തും. വാമോളെ. അച്ഛാ, ചേച്ചിക്ക് നടക്കാനാവും. ഒന്ന് മനസ്സ് വെച്ചാ മതി. അതിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മോ. ചേച്ചിക്ക് കഴിയും. പെരുവണ്ണപുരത്തമ്മ ചേച്ചിയെ നടത്തിക്കും. എന്റെ മോള് നിലത്ത് കാല് വെക്കുന്നത് കണ്ടാ മതി എനിക്ക്. കുട്ടിയെ പിടിച്ച് മെല്ലെ നിലത്തിറക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അല്ല, രണ്ടുപേർക്കും ഒരു ജോലിയില്ലേ? എപ്പ നോക്കിയാലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് സമയം കളയും. അല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല. നീ ആരെക്കുറിച്ചാ പറയുന്നത് സുശീലേ? ആർക്കെന്ത് പ്രയോജനം ഇല്ലാന്ന്? അയ്യോ, നിങ്ങളെ കുറിച്ചല്ല. ആ പാർവതിയുടെയും ഗാർഗിയുടെയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ടും കൂടി മനുഷ്യന്റെ സ്വസ്ഥത നശിപ്പിക്കും. അല്ല, അവരിപ്പോ എന്ത് ചെയ്തെന്ന് സുശീലിച്ച് പറഞ്ഞു വരുന്നേ? അവളില്ലേ, ആ ഗാർഗി, അവളെ ആവശ്യമില്ലാത്തൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് അത് നമ്മുടെ മേലെ എക്സ്പെരിമെന്റ് ചെയ്തോണ്ടിരിക്കുക. ഗാർഗിയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നേ ഭംഗി. അവൾ എപ്പോ നോക്കിയാലും മൊബൈലും കൈപ്പിടിച്ചോണ്ട് ഏതെങ്കിലും സോഷ്യൽ മീഡിയയിലാ ഉള്ളത്. അല്ല, പറഞ്ഞിട്ടും കാര്യമില്ല. വിനി ഇവിടെ ഇല്ലല്ലോ. ഏതായാലും കുറച്ചു ദിവസമായിട്ട് കുറച്ച് ഓവറാ. അവളോടൊപ്പേ ആ പാർവതിയും കൂടെ ചേർന്നിട്ട് ഭയങ്കര സീനാ നടന്നോണ്ടിരിക്കുന്നെ. സഹിക്കുന്നതിനൊക്കെ പരിധിയില്ലേ? ഫോൺ ആപ്പിൽ പാർവതി ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെ ചേച്ചി, എനിക്ക് മനസ്സിലാവത്തെ. പട്ടിക്കാട്ടിന്ന് വന്ന പാർവതിക്ക് ഫോൺ എങ്ങനെ ഉപയോഗിക്കണ്ടെന്ന് പോലും അറിയില്ല. അവളെങ്ങനെയാ സ്മാർട്ട് ഫോണ്, ആപ്പ് ഇതിലൊക്കെ താല്പര്യം കാണിക്കുന്നത്? അത് ഏത് ആപ്പാ അവര് ഡൗൺലോഡ് ചെയ്തത്? അത് വെച്ച് അവർ രണ്ടുപേരും എന്താ ചെയ്യുന്നത്? അതെ, ഒരു ഏജ് ബേസ്ഡ് ആപ്പാ. അതിൽ നമ്മുടെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത ഓരോ പ്രായത്തിലും നമ്മൾ എങ്ങനെയായിരിക്കുമെന്ന് ആപ്പ് കാണിച്ചു തരും. അത് വെച്ചോണ്ട് ഗാർഗി നമ്മുടെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്ത് പ്രായമാവുമ്പോ നമ്മൾ ഇരിക്കുന്ന കോലം നോക്കി നമ്മളെ കളിയാക്കി ചിരിക്കുക. ആ പാർവതിയും കൂട്ടുചേർന്നിട്ട് അവൾ ആരുടെയോ ഫോട്ടോ കൊടുത്തിട്ട് ആ രൂപം പ്രായമായാൽ എങ്ങനെയിരിക്കുമെന്ന് ചോദിച്ചോണ്ടിരിക്കുക. അത് ആരുടെ ഫോട്ടോയാ സുശീല? അതൊന്നും എനിക്കറിയില്ല. പിന്നെ അത് നോക്കലല്ലേ എന്റെ ജോലി. അല്ല സുശീലേച്ചി, അതേച്ചി, അത് ആണിന്റെ ഫോട്ടോ ആണോ അതോ പെണ്ണിന്റെ ഫോട്ടോ ആണോ? അത് മാത്രം പറഞ്ഞാൽ മതി. ആ പിള്ളേര് കാണിക്കുന്ന കോപ്രായങ്ങൾക്ക് കൂടെ തുള്ളലല്ല എന്റെ ജോലി. അല്ല, ആ ഫോട്ടോയുടെ സൈസ് എങ്കിലും ഒന്ന് പറയാമോ? സ്റ്റാമ്പ് സൈസോ, പാസ്പോർട്ട് സൈസോ, ഫുൾ സൈസോ, അങ്ങനെ? അതൊന്നും എനിക്കറിയില്ല പ്രതാപ. ഞാൻ ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞില്ലേ? അതൊക്കെയല്ലേ സുശീലെ ശ്രദ്ധിക്കേണ്ടത്. ശരി, അത് പഴയതാണോ പുതിയതാണെന്നെങ്കിലും നോക്കിയായിരുന്നു? ഇല്ല, അവരെ സഹിക്കാൻ വയ്യാത്തോണ്ട് ഞാൻ ഇവിടേക്ക് വന്നത്. അയ്യോ, നീയോ ഇങ്ങനെ തുടങ്ങല്ലേ പ്രതാപ. ശരി ചേച്ചി, ശരി ശരി, നിർത്തി.
വിശാല് കീറിക്കളഞ്ഞ ഇൻഷുറൻസ് പോളിസി പേപ്പറില് ശേഖരന്റെ ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടായിരിക്കോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ പേപ്പറിൽ ഒട്ടിച്ചിരിക്കുന്ന ഫോട്ടോ ആയിരിക്കുമോ പാർവതി ഗാർഗിക്ക് എടുത്തു കൊടുത്തത്? ചേച്ചി വിചാരിക്കുന്നത് ശേഖറിന്റെ ഫോട്ടോയെ കുറിച്ചാണെങ്കിൽ ഞാനും വിചാരിക്കുന്നത് ആ ഫോട്ടോ അതായിരിക്കുമോ എന്ന് തന്നെയാ. അതേതാണെന്ന് വേഗം കണ്ടുപിടിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ ഫോട്ടോ ഞാനൊരു മൊബൈൽ ആപ്പിൽ കയറ്റി ചേഞ്ച് വരുത്തിയപ്പോഴാ എനിക്ക് മനസ്സിലായത് ഈ നിൽക്കുന്നത് പാർവതിയുടെ അച്ഛനാണെന്ന്. കുട്ടി, എന്ത് വിഡ്ഢിത്വമായി വിളിച്ചു പറയുന്നത്? പാർവതി എന്റെ മകളാണെന്നോ? ഒരിക്കലും അല്ല. എനിക്കിങ്ങനെ ഒരു മകളില്ല. അല്ല, അപ്പൊ ആ പഴയ ഫോട്ടോ കാണിച്ചിട്ട് ഇതെന്റെ അച്ഛനാണെന്ന് കരുതിക്കൊള്ളാൻ പാർവതി പറഞ്ഞതോ? ആ അതെ അതെ, അത് പാർവതി പറഞ്ഞു. അത് ഞാനും കേട്ടതാ. അച്ഛനെ പോലെ എന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതല്ലാതെ അച്ഛനാണെന്ന് ഞാൻ പറഞ്ഞോ? ഗാർഗി, ശേഖരൻ പറഞ്ഞത് നീ കേട്ടില്ലേ? പാർവതി മകളല്ലെന്ന്. പാർവതിയും നീ പറഞ്ഞതിനെ അംഗീകരിക്കുന്നില്ല. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നീ പറഞ്ഞത് വെറും പൊട്ടത്തരമാണെന്നോ? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ അനാവശ്യങ്ങൾ പറയാൻ നിൽക്കരുത് നീ. പാർവതിയുടെ അച്ഛൻ ശങ്കരശാസ്ത്രിയുടെ മകനാണ്. അയാൾ എന്നെ നാടുവിട്ടുപോയി. അതിനുശേഷം അയാളെ ആരും കണ്ടിട്ടില്ല. ശേഖരനെ പാർവതി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു കരുതി ശേഖരൻ പാർവതിയുടെ അച്ഛനാവോ? വെറുതെ ഇല്ലാത്ത ബന്ധങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് സൂക്ഷിച്ചു വേണം. അമ്മ പറഞ്ഞത് അതിന്റെ ശരി. ഗാർഗി, നീ കാണിച്ചത് വലിയ മര്യാദകേടായിപ്പോയി. ഇതായിരുന്നോ നിന്റെ മൊഹോ രഹസ്യം? സംഗതി ചീറ്റിപ്പോയല്ലോ മോളെ. പാർവതി, ഇവള് പറയുന്ന ആ ഫോട്ടോ എവിടെ? അത് ഞാൻ കീറിക്കളഞ്ഞു. കീറിക്കളഞ്ഞോ? അതെ, കീറിക്കളഞ്ഞു. നിനക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതിനുള്ള മറുപടിയും കിട്ടിയല്ലോ. ഇനിയിപ്പം സദസ്സ് പിരിച്ചുവിടാമല്ലോ. ഇനിയും ഇവളുടെ വെട്ടിത്തരത്തിന് ചെവി കൊടുക്കാതെ എല്ലാവരും അവനവന്റെ കാര്യം നോക്കി പോകാൻ നോക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ചോദിക്കാൻ എന്താ ഇരിക്കുന്നേ? എത്രയും പെട്ടെന്ന് താൻ തുടങ്ങൂ. വരുമാനം പ്രധാനം തന്നെയാ, പക്ഷെ അതിലും പ്രധാനം തനിക്ക് സംഗീതത്തിൽ നിൽക്കാൻ പറ്റും എന്നുള്ളതാ. ഓക്കെ സർ, അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ ഞങ്ങള് പരസ്യ വിഭാഗത്തിന്റെ പ്രയാണം തുടങ്ങാണ്. പരസ്യ വിഭാഗോ? മനസ്സിലായില്ല. അത്യാവശ്യം കുറച്ച് നോട്ടീസും പോസ്റ്ററുകളും ഒന്ന് പതിപ്പിക്കണം. ഒരു ഫ്ലെക്സ് എവിടെയെങ്കിലും ഒന്ന് കെട്ടണം. സോഷ്യൽ മീഡിയയിലും അറിയിപ്പ് കൊടുക്കണം.
അതിനു വേണ്ടിയിട്ട് ഒരു ടീമിനെ നാളെ തന്നെ ഇറക്കുന്നുണ്ട്. ടീമോ? എന്ത് ടീം? സാറ് പേടിക്കണ്ട, ഇത് കുഞ്ഞു പിള്ളേരുടെ ടീമാ. അപ്പൂന് ചില കൂട്ടുകാരും അപ്പുറത്തുള്ള ചില കുട്ടികളും ഒക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ കൂടി മതിലും ചുവരിലും ഒക്കെ അറിയിപ്പൊട്ടിക്കുന്നു. ഓ, അപ്പോ സാറിന്റെ അനുഗ്രഹം എനിക്ക് വേണം. അല്ല, ഇതിൽ ഞാനും കൂടുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, ഇത് ഞങ്ങള് പിള്ളേരുടെ ഏരിയ. സാർ ക്ലാസ് ഉദ്ഘാടനം ചെയ്താൽ മതി. ചേച്ചി, ഇതെല്ലാം പ്രിന്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. കാണിച്ചേ. ആ, കൊള്ളാം, അടിപൊളി. കാശൊക്കെ തികഞ്ഞായിരുന്നു അപ്പു? ആ, തികഞ്ഞു ചേച്ചി. ആ, ഞാനും കുറച്ച് ചെയ്തു വെച്ചിട്ടുണ്ട്. നോക്കി. അടിപൊളി അടിപൊളി. ആ ആ, അപ്പൊ ദേ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. എന്നിട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ പോസ്റ്റർ ഒട്ടിക്കുന്നു. ദേ, നന്നായിട്ട് വെയിൽ കൊള്ളേണ്ടി വരും. നിങ്ങൾക്കൊക്കെ പറ്റുമല്ലോ. ഷാമേച്ചിക്ക് കട്ട സപ്പോർട്ടാ, ഞങ്ങൾ കൂടെ ഉണ്ട്. ഷാമേച്ചിക്ക് ജയ്. ഡാ, ഞാൻ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കുമല്ല. എന്തായാലും ഷാമേച്ചി ഞങ്ങൾ ജയിപ്പിക്കും, ഉറപ്പാ. അതെ, എല്ലാരും വീട്ടിൽ നിന്ന് പെർമിഷനൊക്കെ മേടിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ചേച്ചി വിഷമിക്കണ്ട, ഇതൊക്കെ നമ്മളെ പിള്ളേരാ. ചേച്ചിക്ക് വേണ്ടി ഞങ്ങളങ്ങ് ഇറങ്ങുവാ. പിന്നെ പ്രതിഫലമായിട്ട് തരാനേ എന്റെ കയ്യില് കാശൊന്നുമില്ല. വല്ല ചോക്ലേറ്റോ പഴോ അതൊക്കെ ഉള്ളൂ. അതാണ് ആദ്യം. ഓ, ഓഹോ. ആ മോളെ, ഒട്ടിക്കാനുള്ള പശ റെഡി. ആ, മോളെ, ദേ ഉച്ചയ്ക്ക് ഞാൻ എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കി വെക്കും കേട്ടോ. ആ, ആയിക്കോട്ടെ. അല്ലേ? ശ്യാമേ, ഞാനും കൂടി വരാം. നിങ്ങളെ സഹായിക്കാനല്ല, എല്ലാം കൂടി കണ്ടപ്പോ എനിക്കൊരു രസം. ഞാൻ പറഞ്ഞില്ലേ സാർ, സാറിന്റെ സേവനം ഉദ്ഘാടനത്തിന് മാത്രം മതി. ഇതിപ്പോ ഞാനും അപ്പവും എന്റെ കുട്ടിപ്പട്ടാളവും എല്ലാരും കൂടി ചേർന്ന് ചെയ്യും. ആ, അപ്പൊ വാ, സാധനങ്ങളൊക്കെ എടുത്തോ. ഷാമേച്ചിക്ക് ജയ്. ആവേശം കൊണ്ട് വിളിച്ചു പോയതാ. അയ്യോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്യാമയ്ക്ക് എന്നോട് ദേഷ്യായിരിക്കോ? അവളുടെ കുടുംബത്തിലുണ്ടായ പ്രശ്നത്തിനെല്ലാം കാരണം ഞാനാണെന്ന് തോന്നലുണ്ടാവോ? ഇല്ല, എന്റെ അവസ്ഥ അവക്ക് മനസ്സിലാവും. അവള് തന്നെ പറഞ്ഞിട്ടുള്ളത് പോലെ ഞങ്ങള് രണ്ടുപേരും ഒരേ തോണിയിലെ യാത്രക്കാരാ. പ്രശ്നവും പ്രതിസന്ധിയൊക്കെ ഒരുപാടുണ്ട് രണ്ടുപേർക്കും. അവളെ കാണുന്നില്ലല്ലോ. എന്തായാലും അർച്ചനയൊക്കെ ചെയ്ത് പ്രസാദവും വാങ്ങി നിൽക്കാം. അപ്പോഴേക്കും അവൾ എത്തുമായിരിക്കും. അഭിരാമി, എനിക്ക് തോന്നിയതാണോ? അല്ല, തോന്നിയതല്ല. പക്ഷെ അവള്
അരുണേട്ടാ, ഏട്ടാ, ഏട്ടാ ഏട്ടാ ഏട്ടന് അമ്പലത്തിൽ പോകുന്ന പതിവില്ലല്ലോ. അത് പിന്നെ ഞാൻ അഖിലിനെ ശ്യാമയും കാണാനായിട്ട് അങ്ങോട്ട് വരുന്ന വഴിയാ. ഓ, അരുണേട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിങ്ങൾക്ക് എവിടെയാ പോകേണ്ടത്? ഞങ്ങളൊരു ഇന്റർവ്യൂവിന് പുറപ്പെട്ടതാ സാർ. ആ, ഗുഡ്. അത് എവിടെയാണെന്ന് പറയൂ, ഞാൻ അവിടെ ഡ്രോപ്പ് ചെയ്യാം നിങ്ങളെ. അവിടെ പറഞ്ഞ സമയം കഴിഞ്ഞു. ഇനി ഇങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. എന്നാ പിന്നെ വീട്ടിലാക്കാം നമുക്ക്. ആ, വീട് എവിടെയാണ് പറഞ്ഞോളൂ. വീടല്ല മാഡം, ഹോസ്റ്റലിലാ. ഇതിനടുത്താ ഹോസ്റ്റൽ. ഇവിടെ എവിടെയെങ്കിലും വിട്ടാ മതി. മതിയോ? വേണമെങ്കിൽ ഞാൻ ഹോസ്റ്റലിന് മുന്നിൽ വിടാം. അതൊന്നും വേണ്ട. കാറിൽ ചെന്നിറങ്ങിയാലേ ആരാ എന്താന്നൊക്കെ മാറ്ററിന്റെ ചോദ്യം ഉണ്ടാവും. ഇവിടെ വിട്ടാ മതി, ഞങ്ങൾ പോയിക്കോളാം. ശരി. ഇവിടെ ഇവിടെ ഇവിടെ. ദർശന, സൗഭാഗ്യ, ദർശന, സൗഭാഗ്യ. ഇവര് സഹോദരിമാരാ. ഇവർക്ക് ഏതാണ്ട് നിങ്ങളുടെ പ്രായം ഉണ്ടാവും. ഇങ്ങനെ രണ്ട് സഹോദരിമാരെ നിങ്ങൾ എവിടെയെങ്കിലും കാണുകയോ പരിചയപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ കോളേജിലോ നിങ്ങൾ ഇടപെട്ടിട്ടുള്ള മറ്റേതെങ്കിലും സ്ഥലത്ത് വെച്ചോ? ഇല്ല സർ, അങ്ങനെ ആരും ഞങ്ങൾക്ക് അറിയില്ല. ഇതാ, ഈ മുഖമുള്ള സ്ത്രീയെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ പരിസരത്തെങ്ങാനും? ഇല്ല സർ. കോളേജ്, ഹോസ്റ്റൽ, ലൈബ്രറി അങ്ങനെ ചുരുങ്ങിയ ഇടങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ പരിചയമുള്ളൂ. അവിടെ ഒന്നും ഇനിയൊരു സ്ത്രീയെ ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. ശരി, ആയിക്കോട്ടെ. ഏതായാലും നിങ്ങൾ ഈ മുഖം നന്നായിട്ടൊന്ന് മനസ്സിൽ ഓർമ്മ വെച്ചോ. എവിടെ വെച്ചെങ്കിലും കണ്ട എന്നെ ഒന്ന് വിളിച്ചറിയിക്കണം. എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരു സ്ത്രീയ. പേര് രാധ എന്ന. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എനിക്ക് അവളെ നഷ്ടപ്പെട്ടു. അന്നു മുതല് ഞാനും അമ്മയും കൂടി അവളെ തിരയുക.
കാണാൻ സാധിച്ചാൽ എന്നെ അറിയിക്കണം. ഇതിൽ എന്റെ നമ്പറും ഡീറ്റെയിൽസും ഉണ്ട്. എന്നെ വിളിച്ചാൽ മതി. ശരി സർ. ആ ശരി, ഓക്കെ. പേടിച്ചിട്ട് ശ്വാസം നിന്ന് പോകും പോലെ തോന്നിപ്പോയി. നടക്ക്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.